ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ റിമിങ്ടൺ ജിമ്മിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുകയാണ്. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. റിമിങ്ടൺ ജിമ്മ് ചാലക്കുടിയിൽ 2012 തുടങ്ങുന്നത്. ഇത് ട്രാംവേ ജംഗ്ഷനിൽ KSFEയുടെ ഓപ്പോസിറ്റാണ്. ഞാനും വൈഫും ഈവനിങ് ആണ് ജിമ്മിൽ വരുന്നത്. ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ജിമ്മാണ്. ഇത് നടത്തുന്നതും ഒരു ഫാമിലി തന്നെയാണ്. അവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ജിമ്മിന് താഴെ ട്രാംവേ ബിസ്ട്രോ എന്ന് പറഞ്ഞൊരു ടീ ഷോപ്പുണ്ട്. ഞങ്ങളെന്നും അവിടെ നിന്ന് ചായ കുടിച്ചിട്ടാണ് ജിമ്മിലേക്ക് പോകാറ്. അപ്പോൾ ഇന്നും ആ പതിവ് തെറ്റിക്കുന്നില്ല. ഇന്ന് ഇവിടെ നിന്ന് ഒരു ചായയും ഒരു കടിയും കഴിച്ചിട്ട് ജിമ്മിൽ പോകാം. ടീ ഷോപ്പിൻ്റെ സൈഡിലൂടെ തന്നെയുള്ള വഴിയാണ് ജിമ്മിലേക്കുള്ളത്. ഇതാണ് ഞങ്ങളുടെ ജിം. ഈ റെഡ് ടീഷർട്ടാണ് ഞങ്ങളുടെ ട്രെയിനർ അക്ഷയ്. അധികാരം വന്ന് തുടങ്ങിയിട്ടില്ല, സമയമാവണുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വന്നിരിക്കാൻ തീരുമാനിച്ചു. ജിമ്മിനകത്ത് പാട്ടെല്ലാം വെച്ച് ഫുൾ വൈബിലാണ്. നല്ലൊരു ക്രിസ്മസ് സോങ്സൊക്കെയാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ എനിക്കത് കേൾപ്പിക്കാൻ പറ്റില്ല. ഇന്ന് കുറേ പാട്ട് പരിപാടിയും ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട്. അതിൻ്റെ പാട്ടും എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല, കാരണം യൂട്യൂബിൽ അതൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. ഈ നിൽക്കുന്നതാണ് ജോയ്സൺ ചേട്ടൻ. ഇദ്ദേഹം ഫാമിലിയാണ് ഈ ജിമ്മ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ആശാൻ. ആശാൻ അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. ഇതെല്ലാം ആശാന് കിട്ടിയ സമ്മാനങ്ങളാണ്. കഴിഞ്ഞ കൊല്ലത്ത് 2024 മിസ്റ്റർ കേരള ആയിരുന്നു ആശാൻ. അതും മാസ്റ്റേഴ്സ് കാറ്റഗറിയിൽ ഗോൾഡ് വിന്നർ. ജോയ്സൺ ചേട്ടൻ്റെ മകൻ ആൻഡ്രിക്കും ഇവിടെ തന്നെ ട്രെയിൻ ചെയ്യാണ്. അവനും അവൻ്റെ കാറ്റഗറിയിൽ ഗോൾഡ് വിന്നറായി നിൽക്കുമല്ലോ. ഈ വരുന്നതാണ് ശ്യാം, എൻ്റെ ജിം പാർട്ട്ണറാണ്. ഒരാളും കൂടി എൻ്റെ മിഥുൻ, അവനൊന്നും വന്നില്ല. ഓ, എന്തൊരു ബഹുമാനം. ഇങ്ങനെയുള്ള സെലിബ്രേഷന് വന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാം. കാരണം ഞങ്ങളൊരു 5 മണി മുതൽ 6 മണി വരെയാണ് ജിമ്മിൽ വരാറ്. ആ സമയത്ത് വരുന്നവരെ മാത്രമേ ഞങ്ങൾക്ക് പരിചയമുള്ളൂ. ഇത് എല്ലാവരും കൂടി വരുമ്പോൾ, ഒത്തുകൂടുമ്പോൾ, കാലത്തുള്ളവരും വൈകിട്ടുള്ളവരും ഞങ്ങൾക്ക് ശേഷം വരുന്നവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പേര് പരിചയപ്പെട്ടു. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ചേച്ചിമാരവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പരിപാടി തുടങ്ങാറായി. ആദ്യത്തെ പരിപാടി തുടങ്ങിയതൊരു പാട്ടാണ്. ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ പരിപാടികളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിന്നു. അതിനുശേഷം ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആദ്യം കാദംബരി വന്നു, പിന്നെ ബീന ടീച്ചർ വന്നു.
ചേച്ചിമാരുടെ ഡാൻസിന് ശേഷം ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് കൊണ്ടുവന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൈമാറി. അതിന് ശേഷമാണ് ആശാൻ്റെ ഡാൻസ് വന്നത്. പൊളി ഡാൻസ് ആയിരുന്നു. പക്ഷേ യൂട്യൂബിലിടുന്ന കാരണം എനിക്ക് പാട്ട് വെച്ചിടാൻ പറ്റില്ല. അതുകൊണ്ട് പാട്ട് കട്ട് ചെയ്തിടേണ്ടി വന്നു. അങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം തീർന്നു. വളരെ നല്ല പരിപാടിയായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു. ഞങ്ങളൊരു 1.5 കൊല്ലമായി ഈ ജിമ്മിൽ വരാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അവസാനം സ്വീറ്റ് ബോക്സും കിട്ടി എല്ലാവർക്കും. അതിൽ സ്വീറ്റ്സും കുറച്ച് മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിച്ചു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.